ഡേഞ്ചറാണ്. മമാതും സുമ്മ ഖബ്റുൻ സുമ്മ ഹശ്റു വതുബീഖുൻ വഅഹ്വാലുൻ ഇളാമു അമാ വല്ലാഹി ലൗ അലിമൽ അനാമു ലിമാ ഖുലിഖു ലമാ വഫലു വനാമു മമാതുൻ സുമ്മ ഖബ്റുൻ സുമ്മ ഹശ്റു മമാതുൻ സുമ്മ ഖബ്റുൻ സുമ്മ ഹശ്റു വതൗബീഖുൻ വഅഹ്വാലുൻ ഇളാമു. അപ്പൊ അറിയുക അല്ലാഹു ആണ്. ലൗ അലിമൽ അനാമു മനുഷ്യർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലിമാ ഖുലിഖു എന്തിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ലമാ ഗഫലു അവർക്ക് അശ്രദ്ധ വരില്ല, വനാമു അവർക്ക് ഉറങ്ങാനും കഴിയില്ല. എന്തിനു വേണ്ടിയാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നീ അറിഞ്ഞാൽ നിനക്ക് പിന്നെ അശ്രദ്ധയും ഉണ്ടാവില്ല, നിനക്ക് പിന്നെ ഉറക്കം ഉണ്ടാവില്ല. എന്തൊക്കെ എന്തിനാ തന്നെ നീ അഭിമുഖീകരിക്കാൻ കാര്യം പോണ കാര്യങ്ങൾ എന്തൊക്കെയാ? മമാതുൻ സുമ്മ ഖബ്റുൻ സുമ്മ ഹശ്റു വതൗബീഖുൻ വഅഹ്വാലുൻ ഇളാമു. മമാതുൻ അവനെ മരണം നേരിടണം, വഖബ്റുൻ പിന്നെ ഖബ്ർ നേരിടണം, ഹശ്റുൻ പിന്നെ മഹ്ശർ നേരിടണം. അല്ലാഹു കാക്കട്ടെ. തൗബീഖുൻ അല്ലാഹുവിന്റെ ഹിസാബിനെ ക്ഷണിച്ചാലുള്ള തൗബീഖ്. അല്ലാഹ് ലൗ ഹുസിബ ഉദ്ദിബ ഒരാൾക്ക് ഹിസാബ് ഉണ്ടായാൽ അയാൾക്ക് അദാബ് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് പഠിച്ചോനെ, അല്ലാഹു കാക്കട്ടെ. ലൗ ഹുസിബ ഉദ്ദിബ ഹിസാബ് ഉണ്ടെങ്കിൽ അദാബ് ഉണ്ടാകും, ഉറപ്പ്. നീ എന്തേ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഒരടിമക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത്, അല്ലാഹ് ബിഗൈരി ഹിസാബ് ഹിസാബ്, നീ എന്നെ ഹിസാബില്ലാ സ്വർഗത്തിൽ കടത്തണം. ഹിസാബിന് മറുപടി പറയാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മൾ ഈ ആദ്യം എന്താ പറയുക, എൻ്റെ വണ്ടി കാണുമ്പോൾ ഡ്രൈവർമാർ പറയും നമ്മൾ കാണാൻ മതി, ഒരു കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എന്തെങ്കിലും ഒരു കടലാസിനെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, മിസ്റ്റേക്ക് ഇല്ലാക്കില്ല എന്ന് പറഞ്ഞതുപോലെ അല്ലാഹ് ഒരാളെ ഹിസാബിന് വിളിച്ചാൽ ക്ലിയറൻസ് ആർക്കും ഉണ്ടാവില്ല, ഒരാൾക്കും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് തോന്നും അള്ളാഹിനോട് നമുക്ക് മറുപടി അറിയാൻ നടക്കൂല, ഒരിക്കലും കഴിയില്ല. ഹിസാബ് ഉണ്ടെങ്കിൽ അദാബ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ പോകണം? ഹിസാബില്ലാതെ പോകണം, അതിന് തയ്യാറെടുക്കണം. അതാണ് നമ്മളെ പണി.